ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും എൻ്റെ വൈകുന്നേരത്തെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ 4 മണിക്കത്തെ ചായക്ക് കടി ചോളാപ്പൊരിയും ചായയും കട്ടൻ ചായ കേട്ടോ. ചോളാപ്പൊരി വീട്ടിലുണ്ടാക്കിയതാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ല. മൂത്തച്ഛനും മൂത്തച്ഛിയും വന്നിട്ടുണ്ടായിരുന്നു, അവർ അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായക്കുടിയൊക്കെ നേരത്തെ കഴിഞ്ഞപ്പം കുറച്ച് മത്തി ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇത് തലേന്ന് കൊണ്ടുവന്ന മീനാണ് കേട്ടോ. കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നന്നാക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. ടൈമില്ല എന്ന് പറഞ്ഞാൽ ലിയക്കുട്ടി സമ്മതിക്കൂല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ നന്നാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ആണ് കേട്ടോ ഈ നന്നാക്കുന്നത്. മത്തി നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ താറാവ് ഉണ്ട് വരുന്നു കേട്ടോ. ഈ ഒരു താറാവ് മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ഉണ്ടായിരുന്നു, ഒന്ന് ചത്തുപോയിട്ടോ. അപ്പം അവക്ക് മത്തിയുടെ പൂവും ചേളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കളും ഉണ്ട് കേട്ടോ. കോഴിക്കൾ കണ്ടിട്ടില്ല അവൾക്ക് ഇട്ട് കൊടുക്കുന്നത്. മക്കൾസൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ലിയക്കുട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ മീനൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത്. അവർക്ക് ഇന്ന് മുതൽ ക്രിസ്മസ് വെക്കേഷനാണ്. അവരൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷത്തിലാണ് കേട്ടോ. സ്കൂളില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മത്തിയൊക്കെ നന്നാക്കിയിട്ടുണ്ട്, മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറൊക്കെ ആയതിനു ശേഷം പതുക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കാൻ നിന്നപ്പോഴാണ് തീപ്പെട്ടി ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ നേരെ സ്റ്റൗവിലേക്ക് നേരെ പെട്ടെന്ന് പോയിട്ട് അവിടുന്ന് കത്തിച്ചെടുത്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ചോറിനുള്ള വെള്ളം വെക്കാനായപ്പോഴേക്കും ടൈം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. വെള്ളം വെച്ചിട്ട് അലക്കിയതുണ്ട്, കുറച്ച് കൊണ്ടുവരാനും ഉണങ്ങിയിട്ടുണ്ട്. അത് പോയി കൊണ്ടുവരണം. വെള്ളം ആ ഒരു ടൈമിൽ വെള്ളം ചൂടായിക്കോളുമല്ലോ എന്ന് വിചാരിച്ചു. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ചോറും കറി ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണികളൊക്കെ പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. മഗ്‌രിബ് ബാങ്ക് കൊടുത്തെന്നാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓതി ഒക്കെ ഇരിക്കാമല്ലോ കുറച്ച് നേരം. ഇന്നാവുമ്പം നീ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കൊന്നും വേണ്ട, മദ്രസത്തെ മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. രാത്രിയിൽ മക്കൾസിൻ്റെ കൂടെ കുറച്ച് നേരം വെറുതെയൊക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നത്. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം അലക്കിയതൊക്കെ ഉണങ്ങിയത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ വീടിൻ്റെ മുകളിൽ, വാർപ്പിൻ്റെ മുകളിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇവിടെ താമസക്കാർ വന്നിട്ടില്ല കേട്ടോ. അവർ അടുത്ത വർഷമൊക്കെ ഇൻഷാ അല്ലാ വരുമെന്ന് വിചാരിക്കുന്നു. അവർ വന്ന അയൽപ്പക്കമായല്ലോ, തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരുണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ വാർപ്പിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അലക്കിയതൊക്കെ കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളിയും വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നാടൻ വെണ്ടയ്ക്കയാണ്. അത് വെച്ചിട്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കാം. മത്തി പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. വന്നിടനെ തന്നെ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ചെറിയ പണി കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ വന്നപ്പോൾ കൊണ്ടുവന്നതാണിത്. എന്തെങ്കിലും ആയിട്ട് എന്നും കൊണ്ടുവരും. അത് കണ്ടപ്പോൾ ചെറിൻ്റെ കൂടെ ഇരുന്ന് കണ്ട് എല്ലാവരും ചായ കുടിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. താങ്ക്